താലി പൊട്ടിപ്പോകരുത്. അത് സൂക്ഷിച്ചെടുക്കും. അഴിയാ കുരുക്കുമഴിക്കും അഴിയാ ബന്ധങ്ങളേതും. തിരുനടയിൽ താലി കുരുങ്ങുന്നത് ദേവി പ്രത്യക്ഷത്തിൽ കാട്ടിത്തരുന്ന ദുസൂചനകളാണ്. ദുർനിമിത്തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഈ അത്ഭുത മഹാപ്രപഞ്ചത്തിന്റെ ചരാചര ശില്പി തന്റെ ഉപദേവതകളിലൂടെ കാണിച്ചു തരുന്ന മുന്നറിയിപ്പ്. ആ സ്വർഗസ്വരൂപിയുടെ തീരുമാനപ്രകാരമല്ലാതെ ആരും ആരെയും വിവാഹം കഴിക്കുന്നില്ല. ദൈവം വരദാനമായി തരുന്നൊരു സ്വർഗമല്ലിപ്പൂ തന്നെയാണ് താലി. അത് പവിത്രമാണ്. രണ്ടുപേരെ ഒന്നാക്കി തീർക്കുന്ന സ്നേഹസമ്പൂർണതയുടെ അത്ഭുതം. അഷ്ടദിക്പാലകർ കാവൽ നിൽക്കെ അമ്പലനടയിൽ താലി കുരുങ്ങിയെങ്കിൽ ബന്ധങ്ങൾ ശിഥിലമാകും. ആ സമയത്ത് സോപാനത്തിന്റെ തെക്കുവശത്തിരുന്നൊരു പല്ലിയും ചിലച്ചു. ആപത് സൂചന. സ്വാമി, ഞാൻ നിമിത്തങ്ങൾ മനസ്സിലാക്കി ഞാൻ പറയുന്നതാണ് കുട്ടി. ഏതോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. വളരെ സൂക്ഷിക്കണം. കുട്ടിക്കോ കുട്ടി ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലുമോ ഒരു വലിയ ആപത്ത് വരും. താലി കുരുങ്ങിയതുകൊണ്ട് അത് അണിയിച്ചവന് തന്നെ ആകണമെന്നില്ല. അതുമായി ബന്ധപ്പെട്ട ആർക്കുമാകാം. ചിലതൊക്കെ അനുഭവിക്കാത്ത തരമില്ല. പലതും പ്രാർത്ഥനകൾ കൊണ്ട് മാറിപ്പോയേക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടത് സ്വാമി? സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവുമെല്ലാം അവിടുന്ന് തന്നെ. ജഗദീശ്വരനോട് പറഞ്ഞോളൂ. 3 വട്ടം വലം വെച്ച് ദേവിയോടും പറഞ്ഞോളൂ. അതെ പ്രിയങ്കെ, തെളിവോടെ പിടിച്ചു കൊടുക്കാൻ നോക്കിയത് ആന്റി. അതിനിടയില ആ കടക്കാരൻ വന്ന് കയറി എല്ലാം നശിപ്പിച്ചത്. അഖിലാണ്ടേശ്വരിയുടെ മുന്നിൽ അവന്റെയും അടുക്കളക്കാരിയുടെയും രഹസ്യബന്ധം പൊളിയൂന്ന് കണ്ടപ്പോ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാ അവൻ ആ കടക്കാരനെ. നിമിഷ നേരം കൊണ്ടല്ലേ അവൻ ആ അടുക്കളക്കാരിയെ രക്ഷപ്പെടുത്തിയിട്ട് ഗംഗയെ കുറ്റക്കാരിയാക്കിയത്. ഉറപ്പായിട്ടും ആ കടക്കാരന്റെ പിന്നിൽ അവൻ തന്നെയാ. ആനന്ദ് രക്ഷപ്പെടുത്തട്ടെ. എത്ര നാൾ രക്ഷപ്പെടുത്തൂന്ന് എനിക്കൊന്ന് കാണണം. ഒരു ദിവസം അവൾ എന്റെ കയ്യിൽ വന്ന് പെടും. പേടാതെ എവിടെ പോവാൻ? അതിനിടയിൽ ആ നശിച്ച ബ്ലാക്ക്മെയിലറുടെ ഒരു ഭീഷണിപ്പെടുത്തലും വീഡിയോ കാട്ടലും. നീ എന്താ പ്രിയങ്കെ മറുപടി ഒന്നും പറയാത്തത്? ആ ഫംഗ്ഷന് ശേഷം നിന്റെ ക്ഷത്രിയ വീര്യമൊക്കെ ചോർന്നു പോയോ? മുഖത്ത് വല്ലാത്തൊരു ഭയവും കാണുന്നു. ആന്റി അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു ഇത് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ പ്രിയങ്കയുടെ യഥാർത്ഥ രൂപം ഇപ്പൊ കണ്ടേനെ. ദഹിപ്പിച്ചേനെ ഞാൻ. ആന്റി ആയതുകൊണ്ട് മാത്രം ക്ഷമിക്കുന്നു. ഭയം, പേടി ഇതൊന്നും നാഗമെടുത്ത് പിറവിയെടുത്തവരുടെ ബ്ലഡിൽ ഉണ്ടാവില്ല. ഈ ഗംഗയെ കണ്ടില്ലേ? അഖിലാണ്ടേശ്വരിയുടെ തറവാട്ടിൽ കയറിക്കൂടി ആ തറവാടിന്റെ അസ്ഥിവാരം ഇളക്കാൻ നോക്കുന്നത്. ഇവൾക്ക് ഭയം തൊട്ടു തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അഖിലയുടെ മുന്നിൽ തല ചുറ്റി വീണത് ഒക്കെ തന്ത്രങ്ങളാ. ക്ഷത്രിയന്റെ യുദ്ധതന്ത്രങ്ങൾ. ആയുധബലം കൊണ്ട് മാത്രം ജയിക്കുന്നതല്ലല്ലോ യുദ്ധം. അതിന് തന്ത്രങ്ങളും ഒളിപ്പോരും കുതന്ത്രങ്ങളും വരെ വേണ്ടിവരും. അയ്യോ ക്ഷമിക്ക് പ്രിയങ്കെ, ഞാനീ വെറുതെ പറഞ്ഞതാ. അതിനിപ്പോ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അഖിലയുടെ കാര്യത്തിൽ നിന്റെ അടുത്ത പ്ലാൻ എന്താ?
അതോ? അത് അഖിലയെ കാരാഗൃഹത്തിൽ അടയ്ക്കണം. അയ്യോ, സൂപ്പർ. പക്ഷേ അതത്ര എളുപ്പമാണെന്നോ കരുതുന്നുണ്ടോ? ഒരു ഒളിപ്പോരാ, അതും കാണാമറയത്ത് നിന്ന് ആയുധം വെച്ചുള്ള ഒളിപ്പോര്. ശത്രു ആരെന്നറിയും മുന്നേ എല്ലാം കഴിഞ്ഞിരിക്കും. പ്ലാൻ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്ക്. കല്യാണി, കല്യാണി, മാഡം, ഈ തീപ്പെട്ടി ഒന്നും കത്തുന്നില്ലല്ലോ. തീപ്പെട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മാഡം. എന്തു പറ്റി?
എന്ത് പറ്റി അഖിലേക്ക്? എന്തോ തക്കതായ പ്രശ്നമുണ്ടല്ലോ. എന്താ അഖിലേ, അസ്വസ്ഥമാണല്ലോ മനസ്സ്? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് നാവ് പറയുന്നുണ്ട്, പക്ഷെ മുഖം അത് പറയുന്നില്ലല്ലോ. എന്തുണ്ടെങ്കിലും എന്നോട് പറയാ. എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. എന്തു പറയാനാ? ദീപമണഞ്ഞ തിരി തെളിയിക്കാൻ പോലും ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. ഇതാണോ? അത് തീപ്പെട്ടിയിൽ നനവുണ്ടായിരുന്നിരിക്കാം, അതാ കത്താത്ത. എന്നാലും കൃഷ്ണേട്ടാ, വരാൻ പോകുന്ന ആപത്തിന്റെ സൂചനയായതെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നലുകളൊക്കെ എന്നും ശരിയായി വന്നിട്ടുണ്ട് കൃഷ്ണേട്ടാ. അഖില, അണഞ്ഞ വിളക്ക് നീ വീണ്ടും കൊളുത്തി പ്രാർത്ഥിച്ചില്ലേ? വിളക്ക് തെളിയിച്ചത് ഞാനല്ല, കല്യാണിയാ. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എന്തിനായി ടെൻഷൻ? വിളക്കണഞ്ഞത് ദുസ്സൂചനയാണെങ്കിൽ വിളക്ക് തെളിഞ്ഞത് നല്ല സൂചനയല്ലേ? അങ്ങനെ കണ്ടുകൂടെ നിനക്ക്? ബി പോസിറ്റീവ്. നാളെ മുംബൈയിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതാ. ഞാൻ എങ്ങോട്ടുമില്ല. ഈ മനസ്സുമായി മുംബൈയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പറയരുതകില്ല. നീ നാളെ മുംബൈയിലെ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കണം. ഇല്ല കൃഷ്ണേട്ടാ, എനിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ തന്നെ തോന്നുന്നേ. എന്താകില്ലേ? ഹലോ, ഒരു മിനിറ്റ്, ഞാൻ വരാം. എന്താ കല്യാണി, ഇതിപ്പോ നിന്റെ സ്ഥായിയായ ഭാവമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. എന്തുപറ്റി നിനക്ക്? അമ്മയോ ഇളയമ്മയോ വഴക്ക് പറഞ്ഞോ നിന്നെ? അതൊന്നുമല്ല. ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഞാനൊരു സിദ്ധനെ കണ്ടപ്പോ. സിദ്ധനെ കണ്ടപ്പോ? ശേ, എന്താ കല്യാണി, നീ തെളിച്ചു പറ. അത് കുട്ടിക്കോ കുട്ടി ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഒരു വലിയ ആപത്ത് വരും. താലി കുരുങ്ങിയതുകൊണ്ട് അത് അണിയിച്ചവന് തന്നെ ആകണമെന്നില്ല. അതുമായി ബന്ധപ്പെട്ട ആർക്കുമാകാം. എന്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോ അത് അഖിലമ്മയുടെ വല്ലുകുഞ്ഞും അല്ലേ? എന്താ കല്യാണി ഇത്? നീ നിന്റെ ഒരു സിദ്ധനും. അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ വല്യുകുഞ്ഞെ. അദ്ദേഹം പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നീ ഭയപ്പെടുന്നത് എനിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും സംഭവിക്കുന്നായിരിക്കും അല്ലേ? ദേ, ഈ മുഖം ഇങ്ങനെ വിളറിയിരിക്കുന്ന എനിക്ക് സഹിക്കില്ല. എന്റെ കെട്ടിയോള് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതാ എനിക്കിഷ്ടം. ഛേ, എന്താ കല്യാണി ഇത്? ഒന്ന് പോ വല്യുകുഞ്ഞെ. സിദ്ധം പറഞ്ഞത് നാളെ അപമാനിതനാവുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അപമാനിതനായി നിൽക്കുക.
വല്യുഞ്ഞ് എന്താ പറഞ്ഞേ? ഞാൻ വല്യുഞ്ഞിനെ അപമാനിക്കുകയാണെന്നോ? എന്റെ ജീവൻ എടുക്കേണ്ടി വന്നാലും ഞാൻ അങ്ങനെ ചെയ്യോ? ഏയ്, എന്താ ഇത്? ഛെ. എന്ത് അപമാനം വന്നാലും എന്തെല്ലാം സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നീ സങ്കടപ്പെടരുത്. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. ചിരിച്ചേ. ആ, ചിരിക്ക്. ആ, ചിരിക്കാൻ. സമയം ഒരുപാടായി. വീട്ടിലേക്ക് വയ്ക്കോ. എന്താച്ചാ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക്? എന്തു പറ്റി? അച്ഛൻ എന്തോ വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ. എന്താ കാര്യം? നിന്റെ അമ്മയുടെ മനസ്സ് അത് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് നീ അറിയാം. നിനക്ക് നന്നായി അറിയാം. എന്തു പ്രശ്നം വന്നാലും അവൾ ധൈര്യപൂർവ്വം നേരിടുകയും പരിഹരിക്കുകയും ചെയ്യും. ഏതു വലിയ പ്രതിസന്ധിയെയും വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന നിന്റെ അമ്മ ഇപ്പോൾ ഒന്നും മിണ്ടാതെ വല്ലാതെ അപ്സെറ്റായി മുറിയിലിരിക്കും. അല്ല, അച്ഛൻ കാര്യം തിരക്കില്ലേ? മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറയുന്നില്ല ആനന്ദ്. ഞാൻ ചോദിച്ചു. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ പൂജാമുറിയിലെ വിളക്ക് തെളിഞ്ഞില്ല, എന്തോ കുഴപ്പം വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. അവളുടെ തോന്നലുകളൊക്കെ സംഭവിക്കുന്ന അവളുടെ വിശ്വാസം. കുട്ടിക്കോ കുട്ടി ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഒരു വലിയ ആപത്ത് വരും. എന്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോ അത് അഖിലമ്മയുടെ വല്യുഞ്ഞും അല്ലേ? നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല അച്ഛാ. നിമിത്തങ്ങളിലും കാലങ്ങളിലും അമ്മയ്ക്ക് നല്ല വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ ആരും വിചാരിച്ചാൽ മാറാനും പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നാളെ മുംബൈയിൽ വെച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട കോൺഫറൻസിൽ നിന്നും അറ്റൻഡ് ചെയ്യില്ലെന്നാ അവള് പറയുന്നത്. സത്യം പറഞ്ഞാൽ നിന്റെ അമ്മ ഇത്തരം ഒരു മാനസികാവസ്ഥയിൽ മുംബൈയിൽ അയക്കുന്നതിന് എനിക്കും അഭിപ്രായമില്ല. അവളെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്നും എനിക്കറിയില്ല. എന്തു വേണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അച്ഛൻ വിഷമിക്കണ്ട. നാളെ നേരം വെളുക്കുമ്പോഴേക്കും അമ്മ പഴയ ആളായി മാറിയിരിക്കും. പോട്ടെ.